കൊറിയോനായി ആദ്യമായി സ്റ്റേജിൽ ടീം ഷെമീക. Inclinona eu querer casar. Casa não tem porta, não tem cai logo baixar. Inclinona eu querer casar. Casa não tem porta, não tem cai logo baixar. കമ്മലിടും കൂത്താരങ്ങൾ സഖിമാരായി എന്നോട് തളയ്ക്കുന്നു
സുമതി നിങ്ങ പറഞ്ഞിട്ടുണ്ടോ പാവാട പൊക്കി പിടിക്കണ്ട പാലത്തിന്റെ അടിയിലെ വെള്ളം പിച്ചു വെച്ചാൽ നല്ലല്ലോ മുട്ടി അവിടെ കിടക്കുന്നു கண்ணுக்குள்ள நீ செதி சொல்லன்பா சிக்க வைக்கும் ஆசையா வந்தாயப்பா தங்கத்தில் தான் தச்சுக்கோ ஏப்பா கொஞ்சம் தயங்காதப்பா கொஞ்சம் அடங்க வேணாம்பா ரொம்ப மயங்காதப்பா தப்பாப்பா தப்பாப்பா கொஞ்சம் பாட்டு கவலா கொஞ்சம் டான்ஸ் கவலா ரெண்டும் உனக்காகவே கவலா கவலா செந்தூரம் சும்மாதே എന്നാളും കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പെടുത്തണം. നിന്റെ ഇഷ്ടം പാൽക്കുടത്തിൽ കൊണ്ടുപോകും രാധയേക്കാൾ കണ്ടാൽ ഞങ്ങൾ ചില്ലയാവേശം പണ്ട് പണ്ടേ നിന്റെ പേരിൽ കണ്ടതെല്ലാം കാത്തുവെക്കും നിന്റെ പെണ്ണിനോടില്ലേ നീങ്കാട്ടം ലോകം മുത്താരിൽ വേഗം വെച്ചില്ലേ ചൂടും പാമ്പിന്റെ നൃത്തം ചെയ്തില്ലേ ഓരോ വട്ടം കാണുമ്പോൾ നീ ഓരോ കള്ളം ചെയ്യുന്നു നിൻ പാപം ഞങ്ങൾ മുത്തുമ്പോൾ ആ പാപം താനേ തീരുന്നു നീലക്കണ്ണ വളരെ നല്ല കുട്ടിയല്ലേ? നല്ല കുട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടി. ഇഷ്ടാണോ സത്യേട്ട് പിന്നെ ചില ഇഷ്ടങ്ങൾ അങ്ങനെ ഹൃദയത്തിന്റെ നെല്ലിപ്പടിക്കടിയിൽ. നെല്ലിപ്പടി, നെല്ലിക്കോട് ഭാസ്കരനല്ല, അവിടെ മൂടിക്കിടക്കട്ടെ. സ്വഭാവരി ഗിരിഗിരി. സ്നേഹപ്പൂവായ എന്നിൽ നീയോമലേ പൊന്നാമ്പലേ ഓടി വന്നെന്നുള്ളിൽ കൈകോർക്കവേ ആനന്ദ ചന്ദ്രോത്സവം നീലവർണ്ണം ചൂടി നീയാടവേ ഒരു നാളും കാണാ പൂക്കാലം. ലക്ഷ്മി ബാബ നീയൻ സൗഭാഗ്യം ബാബാ ലക്ഷ്മി ബാബ നീയൻ സംഗീതം മരതകമേട്ടിൽ മഞ്ജുളമേട്ടിൽ കൂടെ നീ ബാബാ പെണ്ണെ മധുര നിലാവിൽ മാറി ചേരാൻ അഴകെ നീ ബാബാ. സ്നേഹപ്പൂവായ എന്നിൽ നീയോമലേ പൊന്നാമ്പലേ ഓടി വന്നെന്നുള്ളിൽ കൈകോർക്കവേ ആനന്ദ ചന്ദ്രോത്സവം. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ? കുണുക്കു പെൺമണിയേ ഞുണുക്ക് വിദ്യകളാൽ മാടപ്രാപ്പിട പോലെ കുരുക്കിലാക്കണം. ഇനി എന്താ ചെയ്യണ്ടേന്ന് ഞാൻ പറഞ്ഞില്ലടാ. പൊട്ടപ്പെട്ട നോക്കടാ. തുടുത്ത പുങ്കവിളിൽ നനുത്ത പുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം. ഇനിയുള്ളത് ഞാൻ പറഞ്ഞു തരില്ല, നീ എന്താന്ന് വെച്ചാൽ ആലോചിച്ച് പിച്ചിയും തെച്ചിയും ചൂടി കൊച്ചമ്മിണി പെണ്ണു വന്നാൽ തക്കിലി കിക്കിലി കൂട്ടി തക്കിടി കാട്ടേണം. കുണുക്കു പെൺമണിയേ നുണുക്ക് വിദ്യകളാൽ മാടപ്രാപ്പിട പോലെ കുരുക്കിലാക്കണം. തുടുത്ത പുങ്കവിളിൽ നനുത്ത പുഞ്ചിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം. എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് കരുതിയാൽ ഒന്നുകിൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും, അല്ലെങ്കിൽ മരണം. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക, സ്നേഹിക്കുക പരസ്പരം. ശുഭദിനം, ശുഭദിനം, ശുഭദിനം. പ്രിയപ്പെട്ട
സുഹൃത്തുക്കളെ, ഇത്രയും കാലം നിങ്ങൾ കണ്ട മരമാടനും മാത്രയും ഒക്കെ നടത്തിയ ഉത്സവം. ഒരറിയിപ്പുണ്ട്. ഉത്സവം കലക്കാമെന്ന തെണ്ടികളെ നിങ്ങളെയും കാത്ത് നാടൻ ബോംബിന്റെ ഒരു കമനീയ ശേഖരം സ്റ്റേജിന്റെ പിൻഭാഗത്തുണ്ട്. മുതലാളിമാര് വരിയുന്നതിന് മുമ്പ് ഗാനമേള തുടങ്ങടാ. ஒரு 2-3 லைன் கொஞ்சம் வேற மாதிரி ட்ரை பண்ணலாம். ഇനി എന്താ ചെയ്യണ്ടേന്ന് ഞാൻ പറഞ്ഞില്ലടാ. പൊട്ടപ്പെട്ട നോക്കടാ. തുടുത്ത പുങ്കവിളിൽ നനുത്ത കുഞ്ചുമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം. ഇനിയുള്ളത് ഞാൻ പറഞ്ഞില്ല. നീ എന്താന്ന് വെച്ചാൽ ആലോചിച്ചു. പിച്ചിന്റെ ചീറ്റി കൊച്ചമ്മിണിപ്പെട്ട് വന്നാൽ തക്കിളി കിളി കുട്ടി തക്കിളി കാതെ ഒരു വിചാരം കൂട്ടുകാരൊക്കെ കുണ്ടന്മാരെ സാറിന് പ്രേമൊന്നുമില്ലായിരുന്നു. ഇവൻ പ്രേമലോകിയാണ് വായിക്കും. ഗോകുല പാല ബാലക ഗോപികമാരുടെ കാമുക ഉണ്ണിക്കണ്ണാവായം ഉണ്ണിക്കണ്ണാവാ പടമുടുത്ത വല്ലഭ കപട നാട്യസൂത്രക ഉണ്ണിക്കണ്ണാവായം ഉണ്ണിക്കണ്ണാവാ വെണ്ണകട്ട കുറുമ്പനായി കലമുടച്ച കറുമ്പനായി കാലിക്കോലും കയ്യിൽ കൊണ്ടേവാ ഓടത്തണ്ട ചുണ്ടിൽ ചേട്ടേവാ കള്ളക്കണ്ണ. എന്നാ പിന്നെ ഞാൻ മറ്റേത് ഞാൻ ഇനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ. മുഖം പോട്ടെ മാറിക്കൊടന്ത് കപത്തില് മാറ്റി പൊടിച്ച് പിസ്താസ് മാക്കിറ സോമാറി ജമാക്കിറായ പിസ്താസ് മാക്കിറ സോമാറി ജമാക്കിറായ സുർക്കറിക്ക മുഖം പോട്ടെ മാറിക്കൊടന്ത് കപത്തില് മാറ്റി പൊടിച്ച് പിസ്താസ് മാക്കിറ സോമാറി ജമാക്കിറായ പിസ്താസ് മാക്കിറ സോമാറി ജമാക്കിറായ ടമാലേ ടമാ 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 ടമാലേ ടമാ ടനക്കിന കനഡേ ഡസ്കിന കനഡേ ടണ്ടന കാട്ടന കനഡേ ഡേ ഡേ कायो बनावम बस ट्रिप करते जावम बस ट्रिप करते जावम ओम जिमाम बिंग बिंग बो तन सस्ते न से तार चिपक गई छाती से ओम जिमाम बिंग बिंग बो तन सस्ते न से तन तार है ढीली कौन कसे 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 कौन कसे
മനസ്സാകെ ഉന്മാദം ഔവ ഔവ മനസ്സാകെ ഉന്മാദം ഔവ ഔവ രാസാ രാസാ യാ മന്മദ രാസാ தானியா எங்குது ரோசா கொஞ்சம் சேர்த்து கராசா രാവോരം നിലാവില്ല എന്നാലും അപ്പം
ഇനി ഉള്ളൊരു ടൈം നമുക്ക് ഗ്രാജുവേഷൻ പോലും നമുക്ക് എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് നമുക്ക് തമ്മിൽ സംസാരിക്കാൻ അതിനൊരു സമയം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 6 വർഷം നീണ്ട് നമ്മുടെ ഈ യൂജി കാലഘട്ടത്തിൽ നമുക്ക് മെമ്മറീസ് ആയിട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നമ്മുടെ ബാച്ചിനെ പറ്റി എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്, ഇതൊരു ചാൻസ് ആയിട്ട് ഉപയോഗിക്കുക. Hosting, hostel memories. നല്ലായിരുന്നു, തിരിച്ചു കിട്ടത്തില്ല എന്നറിയാം. Last 6 years and thank you for everything. It's already been 6 years. So first when I came to Kerala, I was very anxious because one thing I chose Kerala, it was because I wanted to explore, I wanted to go outside of Northeast. So I randomly chose a college. I didn't even know what Ernakulam Medical College was. I just gave the name and that's how I came to. So I was very anxious. In the first year itself, my friends were very helpful. So during this 1 week, 2 weeks of leave, I couldn't go home. So my friends were very supportive. So I went to lots of places during those 3 days. So I'm very thankful to all those. And everyone in my business, they have been very supportive. And whenever people ask me how did you learn Malayalam, I just joke that I learned it from the patients. But the truth is that my friends, they taught me Malayalam. Terry. So one Terry that I didn't expect it to be Terry's my way. That was my that is the bread and butter of Malayali so and even now I speak it frequently. And that's why after 6 years lots of memories in there. In the first year second year because I didn't know the language, so it was difficult to adjust. But after that I got the language and now it's been fun. So thank you everyone for being so supportive and for helping me out for the 6 years. Thank you. On my 5 years of journey over here, well, I didn't choose Ken, I just got it. And I just got it. Like, just say Sonam compared to Onam, maybe it's meant to be like that. Well, my Malayalam is still damn bad. I can't compare to middle. Like, from my first year to this year, I feel like my Malayalam is still as shit as it was. Well, it improved somewhat though. It took me because people got used to my shitty language. Well, I got many new people to meet with and it was a good journey for me. But if I have to opt again, maybe it will come again. Not me choosing it though. And thank you all of my roommates who were always there, even though I was talking always in English. They never forced me to be always speak in Malayalam, but they always tell me, alright, carry on. And my Saura also, who was always he is always staring as if I won't tell his name, he will eat me. Okay, and Anjana also, Anushra also, and my present roommate Shani also. Okay, you also. And all of my neighbor row numbers that start from S and all that, they were always there, so it was all comfortable for me in my house agency days. So thank you all. ഈ 5 കൊല്ലം നമ്മുടെ ബോണ്ടിങ് എങ്ങനെയായിരുന്നു അനുഭവിച്ചു ജസ്റ്റ് ഒരു വലിയ കാണുമ്പോൾ
புரியாது சொல்லுக்குள்ள அடங்காது ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പ്രായപൂർത്തിയായത്. 18 വയസ്സായതും ലൈസൻസ് എല്ലാ സംഭവങ്ങളും എടുത്തത് ഇവിടെ വന്നിട്ടാണ്. ഞാൻ എന്താ ഉദ്ദേശിച്ചത് അപ്പം ഈ കോളേജും ഇവിടെയുള്ള എല്ലാവരും എന്റെ ഹൃദയത്തിൽ ഒരു നല്ല പാട്ടായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ 2018 അഡ്മിഷനിൽ ഞാൻ ചേരുകയാണ്. നമ്മുടെ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ സീരീസിനെ കാണുന്നു, നമ്മളെ റാങ്ക് ചെയ്യും. അപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ സീരീസ് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. സൗണ്ട് കുറയ്ക്കല്ല, സ്പീഡ് കുറച്ച്. അപ്പം നമ്മളെ പിടിക്കുന്നു. അവിടുന്ന് നമ്മൾ ഫസ്റ്റ് ടാക്ടിക്സ് പഠിച്ചാണ് ജസ്റ്റ് ഒരു കാര്യം കാണിക്കുക. അങ്ങനെയാണ് ഓരോരുത്തരും നമ്മൾ രക്ഷപ്പെട്ട് ചെന്നത്. പക്ഷെ ലാസ്റ്റ് സൂര്യചേട്ടൻ 15 സൂര്യചേട്ടൻ എന്നെ പൊക്കി നിന്റെ അടവാണെന്ന് പറയും. അങ്ങനെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാവരും ഇതുപോലെ എന്നെ പിടിക്കുകയാണ് ചെയ്തത്. പിന്നെ അങ്ങനെ നമ്മൾ സെക്കൻഡ് ഇയർ കിടക്കുന്നു. തേർഡ് ഇയർ നമ്മുടെ MHലെ സി സെക്ഷൻ, അവിടെയാണ് നമ്മൾ ശരിക്കും ഒരു ജീവിതം ഉണ്ടാകുന്നത്. ഓരോ കയറി നമ്മൾ ഇറങ്ങുകയും ഓരോ കൂട്ടുകാരും നമ്മളെ തൊട്ട് മനസ്സിലാവും കേട്ടോ. ഫസ്റ്റ് ഇയറിലെ നമുക്ക് 40 കോഴ്സ് ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ 11ാം ക്ലാസ്സിലെയും റിസൾട്ട്സ് കാണും. പക്ഷേ ഈ ഒരു 40 പേര് നമ്മൾ എപ്പോ വിളിച്ചാലും അവരായിരിക്കും. പിന്നെ അതുപോലെ തൊട്ടടുത്ത് പഠിക്കുന്നവര് പെട്ടെന്ന് ഉള്ളവരും കാണും. പിന്നെ നമ്മള് ആക്ച്വലി ഫസ്റ്റ് ഇയർ നോക്കുമ്പോ തൊട്ട് ഫസ്റ്റ് ഇയർ ടൂറാണ് തോന്നുന്നു. നമുക്ക് ആ ടൈമിലുണ്ടായിരുന്നൊരു ബോണ്ട് ആക്ച്വലി നമ്മൾ കാണുമ്പോൾ, ഞാൻ കാണുമ്പോൾ ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഭയങ്കര നമ്മുടെ ബാച്ച് ഭയങ്കര ഒപ്പിച്ചായിരുന്നു. ഫസ്റ്റ് ഇയർ ആർട്സ് ആണെങ്കിൽ മനസ്സിലാവും. ഓൺ ദ പ്രോസസ് കോഡ് തന്നു. നമ്മളെല്ലാവരും നമ്മുടെ ബാച്ചിലായിട്ടൊരു ഇന്റർ ബാച്ച് കളി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് മനസ്സിലായിട്ടുള്ളത് അല്ല ആക്ച്വലി അങ്ങനെയാണ്. ബാക്കിയുള്ള ആൾക്കാർക്ക് ഭയങ്കര അടിയുണ്ട്. പക്ഷെ നമ്മൾ ഒരുമിച്ചുള്ളത് മനസ്സിലായി. എന്നുവെച്ചാൽ ഫസ്റ്റ് ഇയറിൽ ഉണ്ടാകുന്ന സാധനം പിന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം മേ ബി നമ്മൾ വേറെ വഴിയിലുണ്ട് ഡൈവേഴ്സ് ആയി പോയതുകൊണ്ടായിരിക്കാം മേ ബി ഫസ്റ്റ് ഇയറിൽ ഉണ്ടാകുന്ന ക്ലോസ് ഫ്രണ്ട്സ് അല്ല ഇപ്പൊ നമുക്ക്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ത്രൂ ദ പ്രോസസ് നമ്മളിപ്പോ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമ്മളെല്ലാം പഴയ ഒരു ഫീൽഡിലോട്ട് തിരിച്ചു വന്ന ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. മനസ്സിലായി. ഇത്രയും നാളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കങ്ങനെ തോന്നി. ഇപ്പൊ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടുന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അപ്പം അത് വളരെ കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗ്രേറ്റർ കമ്മിറ്റ്മെന്റ് സൊസൈറ്റി നമ്മളിപ്പം ആ ഒരു സ്റ്റേജിൽ ഡോക്ടേഴ്സിനോട് താങ്കളുടെ പുറത്ത് വരുമ്പോൾ നമ്മളിത് ഒരു അപ്ലിഫ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ കാണണം. എല്ലാ കാര്യത്തിലും നമ്മൾ ഫ്യൂച്ചറിലാണെങ്കിലും വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും നോക്കിയെന്നാണ് എന്റെ അഭിപ്രായം. നമ്മുടെ ഇത്രയും ഇന്നത്തെ ഈ ദിവസം അടിപൊളിയാക്കി HSAക്ക് എന്റെ ഒരു അഭിനന്ദനം കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ഈ 5 കൊല്ലം ഇത് കടന്നു പോയത് ശരിക്കും ഒരു തിരശ്ശീലയുടെ ചിത്രങ്ങൾ ഓടിപ്പോയവരാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എല്ലാം പെട്ടെന്ന് തന്നെ ആയിരുന്നു. എന്തെന്നാൽ പോലും നമ്മൾ കടന്ന കഷ്ടപ്പാടുകളും അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും കുറെ അധികം സന്തോഷകരമായ മൊമെന്റ്സും ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇനി എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞതിനെ പറ്റി ഞാൻ ഇനി ഓർത്തെടുക്കാൻ ഒന്നുമല്ല പറയാനുള്ളത്. അതായത് നമുക്കറിയാം ഇപ്പൊ ഇനി നമ്മളെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്ത് എല്ലാവരും അവരുടെ വഴികളിലേക്ക് സഞ്ചരിക്കും. അപ്പോൾ പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും ഞാൻ പറഞ്ഞ എൻ്റെ ഉള്ളിൽ നിന്ന് വാക്കുകളല്ല, ഒരു സിനിമയിൽ നിന്ന് കടമെടുത്തതാണ്. നമ്മുടെ ക്ലാസ്മേറ്റ്സ് അതായത് മുരളി പറയുന്ന ആ ഡയലോഗാണ് പറയാനുള്ളത്. നാളെ എല്ലാവരും അവരുടെ ഒരു വലിയ വലിയ പൊസിഷനിലെത്തും. കുറെ ആളുകൾ ചിലപ്പോൾ ജീവിതത്തിൽ വളരെ സക്സസ്ഫുൾ ആയി കാണും, കുറെ ആളുകൾ ജീവിതത്തിൽ തുഴഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കാം, കുറെ ആളുകൾ ചിലപ്പോൾ എന്നും എത്തിപ്പെട്ടില്ലായിരിക്കാം. എന്നിരുന്നാൽ പോലും സക്സസ് ആയ ആളുകൾ ആ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ തളർന്നു പോയവർക്ക് ഒരു കൈത്താങ് കൊടുത്ത് അവരെ നമ്മുടെ ഒപ്പം കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് നമ്മുടെ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ അവന്റെ അതിവിശേഷമായ കാര്യങ്ങളൊക്കെ അല്ലെ അവരെന്തെങ്കിലും കഷ്ടപ്പെട്ട അവർ സഹായത്തിന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ അവനൊരു കൈത്താങ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ ചെയ്യണം. അത് എല്ലാവരും മറക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, 5 വർഷം എന്തൊക്കെയും എല്ലാവർക്കും അറിയാം, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് പോയിട്ടുണ്ടാവുക. കണ്ണ് അടച്ചു തുറക്കുന്നതിനെക്കാട്ടി ഭയങ്കര സ്പീഡിൽ പോയിട്ടുണ്ട്. അതെടാ നിന്റെ അപ്പുറത്തേക്കുള്ള കുട്ടി വരെ ചിലപ്പോ കല്യാണം കഴിച്ച് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് അത്രയും അപ്പൊ ഞാൻ കണ്ട ഒരു 17th ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫസ്റ്റ് ഇയർ ആർട്സിന് ഏതൊരു ബാച്ചും അത്രയധികം എന്താ പറയാ ഒരു കോമ്പറ്റീഷൻ ആയി നമ്മളെ കണ്ടിരുന്നു. നമുക്ക് പാട്ടുകാരുണ്ട്, നമുക്ക് വരയ്ക്കുന്നവരുണ്ട്, നമുക്ക് അത്രയും നല്ലൊരു ഡാൻസ് ടീം ഉണ്ട്, എഴുതുന്നവരുണ്ട്, ഒരു എന്താ കലാപ്രതിഭകൾ നിറഞ്ഞ ഒരു ബാച്ച് ആയിരുന്നു നമ്മുടെ. ആയിരുന്നു എന്ന് പറഞ്ഞില്ല, ആണ് അല്ലേ? പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളുടെ ഒരു കഴിവിന്റെ ഒരു മാക്സിമം നമുക്ക് ഇതുവരെ എവിടെയും നമുക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അത് ഫസ്റ്റ് ഇയർ ആർട്സ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതേപോലെ നമ്മുടെ ലാസ്റ്റ് ആർട്സ് ആണെങ്കിൽ കൂടി നമുക്ക് നല്ലൊരു പെർഫോമൻസ് ഇതുവരെ നമ്മളുടെ ഒരു മാക്സിമം ഔട്ട്കം നമുക്ക് ഇതുവരെ പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല. അതിപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിപ്പോഴും ഒരു വിഷമായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്. അല്ലേ? എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ ഒരു 5 വർഷക്കാലത്തോളം കാലം എന്താ പറയാ, നമ്മള് കൂട്ടുകാരെ ആദ്യം കണ്ട കൂട്ടുകാരായിരിക്കും ഇപ്പോഴത്തെ നമ്മളെ കൂട്ടുകാർ. പക്ഷെ എന്നിരുന്നാൽ കൂടി എല്ലാവരുമായിട്ടും ഇപ്പോഴും നമുക്കൊരു നല്ലൊരു ബോണ്ട് ഉണ്ട്. ഈ ഒരു ബോണ്ട് നമ്മൾ ഇനി വരാൻ പോകുന്ന കാലം കൂടി എല്ലായ്പ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇപ്പൊ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിച്ച ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയല്ല എനിക്ക് എൻ്റെ കോളേജിൽ നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് അതിന്റെ ഒരു ഡെപ്തിനെക്കാട്ടും വളരെയധികം ഡെപ്ത് ഞാൻ ഇവിടുത്തെ എൻ്റെ കൂട്ടുകാരിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അല്ലേ? എന്റെ കൂടെ എന്റെ co-HS ആയിട്ട് വർക്ക് ചെയ്ത എന്റെ co-house അബ്ദുൽമാർ, ഗണേഷ് തമ്പി ആൻഡ് എൽസ തെരേസ ആൻഡ് സൈന ആന്റനെ ഞാൻ വിനയപൂർവ്വം സ്മരിക്കുന്നു. എക്സിക്യൂട്ടീവ് ആയിട്ട് കൂടി ഈ ഒരു അവസരത്തിൽ വളരെയധികം വർക്ക് ചെയ്ത മറ്റൊരാളാണ് അശ്വതി. അതിലും ലോലൻ
പിന്നെ അതുല്യ ഗിരീഷ്, പിന്നെ ആരൊക്കെയുണ്ട്, നമുക്ക് ജോയിന്റ് സെക്രട്ടറി ആരതി ഗോപാലുണ്ട്, ഗണേഷ് തമ്മിയുണ്ട്, അജ്മൽ അജു. ഞാൻ ശരിക്കും ഒരു നാട്ടിൻപുറത്തുകാരൻ പയ്യനാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ പ്രശ്നമാവും. ഞാൻ ശരിക്കും ഒരു സ്കൂൾ ലൈഫ് കഴിഞ്ഞിട്ട് വേറൊരു തലത്തിലേക്ക് വന്നത് അനുഭവിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ്. എന്താ വെച്ചാല് ഒരു സദ്യ വിളമ്പിയ പോലെ പലതരം സാധനങ്ങൾ നമ്മുടെ ഇടയിൽ. അച്ചാറുണ്ട്, അവിയലുണ്ട്, പുളിശ്ശേരിയുണ്ട്, സാമ്പാറുണ്ട്, എല്ലാം കൂടെ ഫീൽ ചെയ്തപ്പോ ഒരു ഒരാളെന്നില്ല, എല്ലാരെ പറ്റിയും പറയുക. എല്ലാരും ഒന്ന് ഒഴിച്ചു വിട്ടാല് ആ സദ്യ വെറും കൊള്ളാം. എല്ലാരും അടിപൊളിയായിരുന്നു. നല്ലൊരു കോളേജിലേക്ക് നമുക്ക് എല്ലാവർക്കും കിട്ടി. എന്റെ മാത്രം കാര്യമില്ല, എല്ലാവർക്കും കിട്ടി. അടിപൊളിയായിരുന്നു. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത 5 വർഷം ഇപ്പൊ കഴിഞ്ഞത്. എങ്ങനെ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. വന്ന് കയറി റായിന് കിട്ടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് ഫസ്റ്റ് റായി ലോക്ക്ഡൌൺ വന്ന് പോയി വന്ന് ഞാൻ പല സത്യങ്ങളെ വിളിച്ച് പറയും. പല കാര്യങ്ങളും നടന്നു, പെട്ടെന്ന് നടന്നു. പിന്നെ പെട്ടെന്ന് പോയിരുന്നു. എങ്ങനെ ഇപ്പോഴും ഒരു 2 മാസം കയറിയതേ ഉള്ളൂ. ആരും ഫീൽ എനിക്ക് അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു. എന്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളിവിടുന്ന് പോയാലും എപ്പോഴെങ്കിലും ഒക്കെ കണ്ടുപിടണം. മാരേജിനല്ലാതെ എന്തെങ്കിലും ഒരു ഇതുപോലെ ഒരു ഗെറ്റ് ടുഗദർ നടക്കത്തില്ലെന്നറിയാം. അല്ല നടക്കത്തില്ലെന്നല്ല, പാടാണെന്നറിയാം. പക്ഷെ എങ്ങനെയെങ്കിലും ഞാൻ, കാരണം എനിക്ക് മിസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ ഒരു ഗ്യാതറിങ്. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അവിടെ ഇല്ലേ, എല്ലാവരും ഓരോ ആൾക്കാർക്ക് അവരുടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഇതുപോലൊരു ഗെറ്റ് ടുഗദർ എവിടെയെങ്കിലും ഏതൊരു ഇതുപോലെ ഒരു സ്റ്റേക്കേഷൻ ആയാലും എന്തെങ്കിലും ഗ്രാജുവേഷൻ നമ്മൾ പോകും ഓഫ്കോഴ്സ്. പക്ഷെ അതിനുശേഷം എന്തെങ്കിലും ഇതുപോലെ ഒന്ന് എല്ലാവരും മനസ്സിലായിരുന്നത് ഒരു അപേക്ഷ. താങ്ക് യു. എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നന്ദിയുണ്ട്. കാരണം ഞാൻ വയനാട് നിന്ന് വന്നതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് ഭാഗ്യം ഒന്ന് 2-3 ഫ്രണ്ട്സ് അത്രയൊക്കെ ഉള്ളൂ. എപ്പോൾ പോയാലും 2 ദിവസത്തിന് ശേഷം പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനാണ് തോന്നുന്നത്. കാരണം എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വരാനുള്ള പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ ഇത് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും അപ്പോ എല്ലാവരോടും പറയാനുള്ളത് നമുക്ക് ഇനിയും ഇതേപോലെ കൂടാൻ പറ്റുമെന്ന് അറിയില്ല. പറഞ്ഞ പോലെ കാരണം പ്ലസ് നോക്കി സെയിം കാര്യം പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകാനുണ്ട്. പക്ഷേ എല്ലാവർക്കും കൂടാൻ പറ്റട്ടെ. അതേപോലെ തന്നെ പിന്നെ ഈ ഒരു ബന്ധം എന്നും എല്ലാവർക്കും തമ്മിൽ നിലനിർത്താൻ പറ്റട്ടെ. പിന്നെ വീണ്ടും എല്ലാവരോടും ഒന്നുകൂടെ നന്ദി പറയുന്നു. ബിക്കോസ് ദിസ് വാസ് സച്ച് എ വണ്ടർഫുൾ ഡേ ഫോർ മീ. ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ ലെവലിലും സുഹൃത്തുക്കളുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ നാട്ടില് 10ാം ക്ലാസ് പാസ്സാവാത്ത കുറെ സുഹൃത്തുക്കളാണ്. പിന്നെ നവോദയയില് ഒരു ഏവറേജ് ഫാമിലി എല്ലാവരും അങ്ങനത്തെ ടൈപ്പാണ്. ഇവിടേക്ക് വരുമ്പോ എല്ലാം എഡ്യൂക്കേറ്റഡ് MBBS സ്റ്റുഡൻസ്. അപ്പൊ 3 ലെവലുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഒരു ടൈപ്പ്, നവോദയക്കാരുടെ വേറെ ടൈപ്പ്, നാട്ടിൽ പോയാൽ അതിനേക്കാളും കൂടുതലാണ്. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫോം ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും എല്ലായിടത്തും ഞാൻ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ ഇല്ലേന്ന് വെച്ചാൽ ഇല്ല. അപ്പോ പ്രത്യേകിച്ച് പറയാനുള്ള എല്ലാവരും ശരി. ഇവിടെ വന്ന സമയത്ത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. എങ്ങനെ
പരിചയമുണ്ടോ, ആരും പരിചയമില്ല, ആരും അറിയത്തില്ല, ഒരു പുതിയ സ്ഥലത്ത് ഒരുപാട് സ്ഥലങ്ങളൊന്നും പോയിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയി നിന്നിട്ട് അങ്ങനെ ഒരു പരിചയമൊന്നും ഇല്ലാത്തൊരാളാണ്. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ആദ്യം ഇവിടെ വന്നതും കുറച്ച് നാളുകൾ നിന്ന് പിടിച്ചു നിൽക്കാനുണ്ട്. കാരണം ഒരു ഗ്രൂപ്പിനോട് ജോയിൻ ചെയ്ത് ആ ഒരു വഴി ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരു ടാസ്ക്കാണ്. കാരണം വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി ഭയങ്കര പുറത്തിറങ്ങാതെ ഒരുപാട് ഫ്രണ്ട്സിന്റെ കൂടെ വൈകി അല്ലെങ്കിൽ കുറെ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടന്ന് അങ്ങനത്തെ ഒരു ശീലം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്താഗതിയെ ചേർന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുറെ പേര് പുറത്തു പോകും, കുറെ പേര് പല പരിപാടികൾക്ക് പോകും, ആക്ടിവിറ്റീസിന്റെ കോളേജുകളിൽ പോകും. പല സമയത്തും നമുക്ക് ഇല്ല പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അയ്യോ ഇങ്ങനെ പോകും, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് വീട്ടിൽ പോകാം, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് വീട്ടിൽ പോയി വീട്ടിലുള്ള ആൾക്കാരെ കാണാം. അങ്ങനെ ഒരു മൈൻഡിൽ കുറേ സംഭവങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എന്നിരുന്നാൽ കൂടി അന്ന് വന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ആള് അല്ലെങ്കിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു പയ്യൻ എന്നുള്ള നിലയിൽ ഇന്ന് ഇത്ര 6 വർഷം കൊണ്ട് എത്ര മാറി എന്നുള്ളതിനൊരു അളവില്ല, അല്ലെങ്കിൽ എത്ര മാറി എന്നുള്ളതിന് കണക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറെ തിരിച്ചറിവുകൾ വന്നിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യണം, നമുക്ക് എന്തൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ട്, എന്തൊക്കെ കുറവുകളുണ്ട്. അത് പലരും നമ്മൾ നേരിട്ട് അല്ലെങ്കിൽ അങ്ങനെയല്ല പഠിപ്പിച്ചത്. പക്ഷെ പലരും നമ്മൾ കണ്ടപ്പോ ഇവർക്കുള്ളൊരു കുറവ് നമുക്കില്ലല്ലോ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്ന തെറ്റാണ്. ഇതൊക്കെ ഈ പറഞ്ഞ ഫസ്റ്റ് ഇയർ ടൂർ എന്റേതല്ലാത്ത കാരണം കൊണ്ട് ടൂറും പിന്നെ എന്റേതായ കാരണങ്ങൾ കൊണ്ട് ആർട്സ് മിസ്സായിട്ടുണ്ട് ഫസ്റ്റ് ഇയർ. പിന്നെ ബാക്കി എല്ലാ ഇയറുമായിട്ട് അങ്ങനെ ക്യാച്ചപ്പ് ചെയ്ത് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ബാക്കി പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിശാല് പറഞ്ഞില്ലേ, വിശാല് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ഗ്യാതറിങ് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും എഫേർട്ട് എടുത്ത ആൾക്കാർ HSA, എസ്പെഷ്യലി മനുവിനോട് വലിയ താങ്ക്സ് എന്ന് പറയാം. അതിന്റെ പേര് എടുത്ത് പറയാൻ പറഞ്ഞാൽ അത്രയും എഫേർട്ട് മനുവും ദേവികയും ആരാണെങ്കിലും അവരൊക്കെ ഇടുന്നത് കണ്ട് ഇപ്പം റിയലായിട്ടും സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കണ്ടു. അപ്പൊ അതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. എല്ലാവരെയും ഇതുപോലെ ഗ്യാദർ ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെ വലിയ എഫേർട്ടാണ്. പറ്റുന്ന കാര്യമല്ല, എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. അപ്പോ അതിന് ബിഗ് താങ്ക്സ്. പിന്നെ എല്ലാവരും ഓൾവേസ് സ്റ്റേ ഇൻ ടച്ച്, അതേ പറയാനുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. 2, 3, 4, 5, 5 കൊല്ലം 5 കൊല്ലം 5 കൊല്ലം. ഫസ്റ്റ് ഇയർ MHSK, ലാസ്റ്റ് ഇയർ MHSK. ഫസ്റ്റ് ഇയർ സീനിയേഴ്സിന്റെ റൂമിലായിരുന്നു. മിക്കവാറും ഏതാണ്ട് വൈകിട്ടൊക്കെ ഒരു 4:30 ചായ കുടിക്കാൻ പോകും. 7 മണി വരെ ഏതെങ്കിലും റൂമിൽ, 7 മണിക്ക് ആരെങ്കിലും ചപ്പാത്തി ചിക്കൻ എടുത്തു കൊടുക്കും. എന്നിട്ട് ഒരു 10 മണി വരെ ഏതെങ്കിലും റൂമിൽ, പിന്നെ ഒരു 11 മണി ഒക്കെ ആകുമ്പോൾ വരും റൂമിലിരിക്കും. 2 കീട്ടു റൂംമേറ്റ്സ്, സൗകര്യം സൂപ്പർ. ഒരു 2 മണി 3 മണിയാകുമ്പോൾ കുളിക്കും, കിടക്കും. ഒരു 8:45 എണീക്കും, ക്ലാസ്സിൽ പോകും. ബോയ്സാണ് ക്ലാസ്സാണ്, ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ ഫ്രീ അറ്റൻഡൻസ് ഷുവർ. അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ തിരിച്ചു വരും, സൈക്കിൾ കണ്ടിന്യൂസ്. ഇങ്ങനെ പോയി ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ടൂറിന് പോയില്ല, കുഴപ്പമാണ്. ഫസ്റ്റ് ഇയർ ടൂറിന് പോകാത്ത കുഴപ്പമില്ല. ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞു. അടുത്തെന്താണ് നമ്മുടെ ആർട്സ് സൂപ്പർ ആർട്സ് മൈന ഉണ്ടായിരുന്നു. സമയം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് സമയം കിട്ടിയില്ല. എന്നാലും പ്രകാശ് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്,
ബെസ്റ്റ് ഞാൻ പറയുന്നത് പിന്നെ എന്തായി സെക്കൻഡ് ഇയർ എല്ലാവരും സബ്ജക്റ്റ് പ്രത്യേകിച്ചൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. കൊറോണ പ്രശ്നം കൊറോണ നമ്മളെന്താ നോക്കിയത് ഗ്രൂപ്പ് പിന്നെന്താ വൈശാഖ് ഓൺലൈൻ ക്ലാസിന്റെ മെയിൻ അട്രാക്ഷൻ വൈശാഖ് ക്ലാസ്സില് ഫുൾ ഇരുന്ന് ടീച്ചർമാർ കേട്ട നമ്മുടെ വൈശാഖ് നമ്മളൊന്ന് ക്ലാസ്സിൽ കറക്റ്റ് സമയം ലിങ്ക് തന്ന് കയറ്റി ഇരുത്തി ലെഫ്റ്റ് ആക്കിക്കും. സ്ക്രീൻഷോട്ടിലെ പേരാഡ് ചെയ്യാം. പിന്നെ ഓൺലൈൻ ക്ലാസ്സെല്ലാം കഴിഞ്ഞു നമ്മൾ തിരിച്ച് കോളേജിലെത്തി അല്ലേ? തിരിച്ച് കോളേജിലെത്തി എക്സാം അതിനൊരു കാര്യമൊന്നുമില്ല. മാസം വെച്ചിട്ടുള്ള എക്സാം പ്രത്യേകിച്ച് ഓർമ്മ തോന്നുന്നില്ല. രാഹുൽ വർഷത്തിൽ 30,000 രൂപയ്ക്ക് സേവ് ചെയ്തുകൊണ്ടിരുന്ന ആ മനുഷ്യന്റെ ഒരു മണി ആവുന്ന ക്ലാസ്സിൽ അവരെ തള്ളിക്കൊണ്ടുപോകും. പൈസ പോയി ഒന്നും ചെയ്യാനില്ല. എത്ര രൂപ ഉണ്ടായിരുന്ന സെക്രട്ടറി അവസാനം വരെ പിന്നെ കടം കഴിക്കേണ്ട അവസ്ഥയായി. തേർഡ് ഇയർ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കഴിഞ്ഞു സിനിമ അതിനൊരു സിനിമ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റി. ആഴ്ചയിൽ 2 സിനിമ മസ്റ്റാണല്ലോ. 2 സിനിമ തമ്പി സൗകര്യം ഞാൻ അമൃത് അങ്ങനെ ഒരു സിനിമ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റി. കേസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? പ്രത്യേകിച്ച് പൈസ കിട്ടിയില്ല. കുഴപ്പമില്ല. ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഫൈനൽ ഇയർ തേർഡ് സെമ്മിൽ നമ്മൾ മെഡിസിൻ പോസ്റ്റിങ്ങിന് പോകുന്ന ആലോചിച്ച് നോക്കി. ഇൻസൈഡ് ചെയ്ത് ടാഗ് ചെയ്ത് ഫൈനൽ ഇയർ മര്യാദയ്ക്ക് ഒരു മെഡിസിൻ പോസ്റ്റിംഗ് പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല. കൈയടി ഇറക്കിക്കുന്ന ഒരു കാര്യം. ഇങ്ങനെ ഫൈനൽ സ്ട്രിക്റ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ജക്കപ്പ് നമ്മളെ നോക്കിയിട്ട് പോലില്ല. അങ്ങനെ നമ്മുടെ ഫൈനൽ ഇയർ കഴിഞ്ഞു. എക്സാം എഴുതി. ഇതിനിടയിൽ ഒരു ചെറിയ ഞങ്ങളൊരു ട്രിപ്പ് പോയി കേട്ടോ. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞു ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞു. അതിനിടയിൽ ഒരു സംഭവം നടന്നു. അങ്ങനെ ഞങ്ങൾ പിന്നീട് ഓണത്തിന്റെ പരിപാടിക്ക് ആരുടെ തലമുണ്ടാവും. അറ്റ്ലീസ്റ്റ് അതിലെങ്കിലും ഉണ്ടാവും. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അവരുടെ സ്കൂളിൽ 366 ദിവസം എക്സ്റ്റൻഷൻ ഡിസർവ്. നമ്മളൊക്കെ ആദ്യം പറയും കളിയാക്കാൻ. ഇപ്പൊ നമുക്കൊരു ഓർമ്മ ആണെങ്കിൽ ഇവന്റെ ഓർമ്മ അതാണ് മസ്റ്റാണ് കേട്ടോ. പല പല റെസ്റ്റോറൻറ്റുകളിൽ പോകാൻ പറ്റി. അങ്ങനെ ഈ ഒരു പാർട്ട് എനിക്ക് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. ഇമോഷണലായിട്ട് വണ്ടി പകർന്നു പോകാൻ തുടങ്ങി വിശ്വസിക്കുന്നു. ജീവിതം എല്ലാം എതിരാണല്ലോ, കുഴപ്പമില്ല. അങ്ങനെ വണ്ടി പാത്രത്തിൽ തട്ടമുട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ കുഴപ്പമില്ല. റോഡ് എല്ലാ സ്ഥലത്തും മൾട്ടിമേറ്റ് പ്രൊട്ടക്ടർ
പ്രശ്നമല്ലേ? എന്താ പാട്ട് പാടാൻ അറിയത്തില്ല, ഡാൻസ് കളിക്കാൻ അറിയത്തില്ല, ആകെ അറിയാൻ കുറച്ച് സെന്റി തൂരി അറിയാനാണ്. സെന്റി തൂരി എനിക്കൊന്നും പറയാനില്ല. ഫെയർവെൽ. നന്നായിരിക്കാൻ നോക്കുക, പറ്റുന്നത് പോലെ ഹെൽപ്പ് ചെയ്യുക. എപ്പോഴും നമ്മൾ അവൈലബിൾ ആയി കഴിയില്ല, പറ്റുന്നതായിരിക്കും എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. ആരെയും മനത്തോടെ വിഷമിപ്പിക്കുക. പിന്നെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി, ഈ ഒരു അവസരത്തിൽ ചോദിക്കാൻ പറ്റുമോ? സോറി. താങ്ക് യു. ഫസ്റ്റ് വന്ന സമയത്ത് നല്ല പുതിയ നാട് ആദ്യമായിട്ടാണ് ശരിക്കും വീട്ടിലൊക്കെ ഇത്ര നാളായിട്ട് വരുന്നത്. മോസ്റ്റ്ലി എത്ര പോയത് കുറച്ച് ദൂരത്തായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു സമയത്ത് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. അവിടെയും ഹോസ്റ്റലായിട്ട് അത്യാവശ്യം നല്ല നല്ല ബാച്ച് പിള്ളേരുണ്ടായിരുന്നു ഇവിടെ പഠിക്കാൻ. എന്നിട്ട് ഇവിടെ എത്തിയപ്പോഴും ഈ പറഞ്ഞ പോലെ പുതിയ ആൾക്കാർ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പ്രതീക്ഷിക്കാതെ കിട്ടിയ പണിയെ ഉറപ്പുപണി. അതിന് ഫുൾ ക്രെഡിറ്റ് 13 ബാച്ച് നജീബിക്കാൻ തന്നെ പിടിച്ച് ഉറപ്പാക്കിയത്. ആ സ്ഥാനത്ത് കഴിഞ്ഞ 4 കൊല്ലമായിട്ട് മീൻസ് നമ്മൾ 5.5 കൊല്ലത്തിൽ 4 കൊല്ലം ആ ഒരു പോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നതാണ് വിശ്വസിക്കുന്നത്. പിന്നെ ടീച്ചർമാരായാലും നമ്മളെ മനസ്സിലാക്കുന്നത് മോശം ഇന്നേറെ പറഞ്ഞിട്ടില്ല. അത് എനിക്കൊരു ഉറപ്പുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും ഞാൻ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ സെക്കൻഡ് ഇയർ സമയത്ത് ഓൺലൈൻ ക്ലാസ് അത് ഇന്നും എല്ലാവർക്കും ക്രെഡിറ്റ് തരണം. ഞാൻ ചോദിച്ചു പറഞ്ഞില്ല. കാരണം ഞാൻ മാത്രമേ കയറാറുള്ളൂ, ഞാൻ മാത്രമേ അന്വേഷണം കൃത്യമായിട്ട് കൊടുക്കാറുള്ളൂ എല്ലാവർക്കും. ഇപ്പം സ്റ്റീഫൻ പറഞ്ഞ പോലെ കറക്റ്റ് ടൈമിൽ ലിങ്ക് എടുക്കുക. പിന്നെ തേർഡ് ഇയറിൽ ടീച്ചർമാരുടെ ശമ്പളം പോലും വാങ്ങിക്കേണ്ട അവസ്ഥയിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. എത്രയോ തവണ ഓരോ ടോപ്പിക്. സത്യം പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ഒരു എന്താ പറയുക, ഈ മോന്താനം വളഞ്ഞ 64 വളരെ പുറത്തെ ചൊല്ലുണ്ട്. അതുപോലെ ഞാൻ കഴിയുന്നതും സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ ഗൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും എല്ലാത്ത രീതിയിൽ അറിയാതെ കേട്ടി പോയിട്ട് ശ്രമിക്കണം. അത്രയും. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും കൂടെ കാണാൻ ശ്രമിക്കുക. എന്നെ ഇങ്ങനെ ഒരു റിഫോംഡ് ആക്കാൻ സഹായിച്ച ഈ 99 കൂട്ടുകാരെ ഞാൻ മറക്കൂല. ഫസ്റ്റ് ഇയർ ഇതുപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതുപോലെ എല്ലാവരെയും ക്ലാസ്സിൽ വന്നിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എന്താ സംസാരിക്കാനൊക്കെ ഭയങ്കര ടെൻസ്ഡായിട്ടായിരുന്നു സംസാരിച്ചത്. കാരണം എനിക്ക് അത്രയും ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാനുള്ളൊരു എന്താ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും ആ കോൺഫിഡൻസ് എനിക്കില്ല. അപ്പം യാദവിനെ കാണുമ്പം എനിക്ക് എന്താ ആ ഒരു രീതിയിൽ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം എന്താ ക്രിക്കറ്റിനെ കുറിച്ച് അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ അങ്ങനെ എനിക്ക് വേറെ ഫ്രണ്ട് ഇല്ല നമ്മുടെ ബാച്ചിൽ. ഞങ്ങൾ അത്രയും ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇതിപ്പം അമലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം അത്രയും ഞങ്ങളുടെ സിനിമയുടെ റെഫറൻസ് ഞങ്ങൾ തമ്മിൽ നന്നായിട്ട് എന്താ റിലേറ്റ് ചെയ്യും. അതുപോലെ ഇപ്പൊ ശ്രദ്ധയായിട്ട് പോലും ഞാൻ റിലേറ്റ് ചെയ്യാറില്ല. ശ്രദ്ധയ്ക്ക് അതിന്റെ ഒരു സങ്കടം ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ ശ്രദ്ധ സംസാരിക്കാൻ കൂടുന്നത് ഭയങ്കര ഒരു കാര്യമായി. കാരണം എൻ്റെ ഇപ്പോൾ കഴിഞ്ഞ 5.5 വർഷത്തില് ഈ എന്താ ഈ ബാച്ചിന്റെ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയത് കാരണം എൻ്റെ റിലേഷൻഷിപ്പിൽ കുറെ പ്രശ്നങ്ങൾ എന്താ പറയാ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ശ്രദ്ധയ്ക്ക് പറഞ്ഞ കാരണം എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അപ്പൊ അതിവിടെ പറയാൻ പറ്റി എനിക്ക് ഭയങ്കര അതുപോലെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എന്താ എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. ഞാൻ അന്ന് എങ്ങനെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ എന്നെ അറിഞ്ഞ് എന്താ ഫസ്റ്റ് ഇയറിൽ ഞാൻ ഇപ്പോൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് അല്ല എനിക്ക് ഉള്ളത്. അപ്പം അന്ന് ഉണ്ടായിരുന്ന ചിലരൊന്നും ഇവിടെ ഇപ്പം തന്നെ ഇല്ല നമ്മുടെ ബാച്ചിൽ.
ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയുമ്പോൾ വേറെ സർക്കിളാണ്. അങ്ങനെ കുറേ ഈ 5 വർഷത്തിൽ എനിക്ക് കുറേ അങ്ങനത്തെ ഇഷ്യൂസ് കുറേ പേര് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ബാഹ്യമായി ഇല്ലെങ്കിലും ഉള്ളിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഒരു ക്ലിയർ ഒന്നും ഞാൻ തന്നെ സ്റ്റെപ്പ് എടുത്തൊന്നും ക്ലിയർ ചെയ്തിട്ടില്ല. എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്, ഒന്നും ചെയ്യാനും പോകുന്നില്ല. അതാണ് എൻ്റെ ക്യാരക്ടർ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാഹുൽ വിവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5.5 വർഷം ഞാനിവിടെ പഠിച്ചപ്പോൾ എനിക്ക് അതുപോലെ ഒരു കൂട്ടുകാരനല്ല ഒരു വ്യക്തിയെ ഞാനിതുവരെ കണ്ടിട്ടില്ല. കാരണം ഞാനിപ്പോൾ ഇത്രയും കാലം എനിക്ക് തീരെ ഒരു ഇമോഷണലി ഞാൻ ഒന്നും ആയിട്ടില്ല തീരാൻ പോവുക. പക്ഷെ ഇന്ന് ഇത്രയും പേര് സംസാരിച്ചപ്പോൾ ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി, അയ്യോ കഴിയല്ലേ, തീരെ ആ ഒരു ഫീൽ വന്നു തുടങ്ങി. പക്ഷെ എന്നിട്ട് പോലും രാഹുൽ അവന്റെ ക്യാരക്ടർ ലൂസ് ചെയ്യാതെ ഇപ്പോഴും അതിൽ പിടിച്ചു നിൽക്കുന്നതിൽ ഞാൻ എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. പിന്നെ ഇപ്പം കുറെ പേരെ കുറിച്ച് ഒന്നും പറയുന്നില്ല, പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അറിയാലോ സംസാരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സർജറി പോസ്റ്റിംഗിൽ സ്ക്രീനിൽ കയറിയപ്പോഴാണ് ഇതിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഇതിൽ എന്താണ്, ഇതിന്റെ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കിയത്. മഞ്ജു മേഡം അടിച്ച് പരത്തി ഒട്ടിച്ചിട്ട് പോലും ഒരു കൂസലുമില്ലാതെ പിന്നെയും പണിക്ക് പോയി, പണിയെല്ലാം തീർത്ത് പിന്നെയും ചീത്ത വിളിയിട്ട് പിന്നെയും പണിയെടുത്ത് പിന്നെയും ചീത്ത വിളിയിട്ട് നടന്നൊരു മനുഷ്യനായിരുന്നു. നമുക്ക് വേണ്ടി കോച്ചസിന് വേണ്ടി എത്ര അഡ്ജസ്റ്റ് ചെയ്യാനും ഫുൾ ടൈം നമുക്ക് ഫുൾ സപ്പോർട്ടും എന്തിനും എപ്പോഴും കൂടെ ഉണ്ടായവരാണ്. കോച്ചസ്മാരുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഇത് സ്ത്രീയിൽ വന്നപ്പോൾ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന HSമാർ അൽഫിയും SK പിന്നെ കുഞ്ഞാപ്പുമായിരുന്നു. അൽഫി SKനെ പറ്റി പറയണ്ടല്ലോ, അവർ രണ്ടാളും മതി ഒരു യൂണിറ്റ് റൺ ചെയ്യാൻ. നമ്മൾ വെറുതെ കൂടെ നടന്ന് പണികളൊക്കെ ചെയ്ത് കൊടുക്കുക. SK വന്നത് നീ എന്താ പണി നീ ഇത് ചെയ്യും അത് ചെയ്താൽ മതി. പക്ഷെ സ്ത്രീയിൽ വന്നപ്പോൾ ഞാൻ ഇതിലിങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ത് ചെയ്യണം നമ്മൾ ചെയ്യുന്ന അറിഞ്ഞൂടാ. അപ്പൊ അവരങ്ങനെ എന്നെ ഒരാളെ എന്താ പറയാ വശമാക്കിയത് വരെ 2 പേരുമാണ് അൽഫി SK. കാരണം പണി എടുപ്പിക്കില്ല, അവർ പണി ചെയ്യാൻ വരുമ്പോ വെറുതെ അവിടെ പോയി അവരുടെ ഒപ്പം നിന്ന് കൊടുത്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്തോ ഈ ഫ്രണ്ടിലൂടെ. അപ്പൊ അവരോട് നമ്മള് 2 ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് നമ്മള് വോളിബോൾ ടീം നമ്മുടെ ബാറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അതും ബോൾ ഇതുവരെ കളിച്ചിട്ടില്ലാതെ ഞാൻ ഇറങ്ങി കളിച്ചിട്ട് നമുക്ക് പിടിക്കാൻ പറ്റില്ല. അത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു ബാച്ചായിട്ട് ബാച്ചാണ് നമ്മൾ. നമുക്ക് അതിന്റെ ഒരു ഫുൾ സ്ട്രെങ്ത്തിൽ നമുക്കത് കാണിക്കാൻ പറ്റാത്ത ഇപ്പോഴും ഒരു സങ്കടമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ സമയം കഴിഞ്ഞു പോയി, നമുക്ക് ഈ ഒരു അവസരം കിട്ടും തോന്നുന്നില്ല. എന്നാലും എന്താ പറയാ, പോയി കഴിഞ്ഞാൽ എല്ലാവരും ടച്ച് ഉണ്ടാവാൻ നോക്കുക. പിന്നെ മിസ് ചെയ്യാൻ പോകുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ തന്നെയാണ്. ഗേൾസിന് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല. നമ്മളെ മെച്ചിലാണോ അവരെ ലക്ഷ്യമാണോ? അപ്പൊ അല്ല ഞാൻ പറഞ്ഞ MHൽ ഒരു വൈബാണ് LHൽ എനിക്ക് തോന്നിയില്ല. ഫസ്റ്റ് ഇയർ തൊട്ടാണെങ്കിൽ നമ്മുടെ ബാച്ചിന്റെ ഒരു ഫസ്റ്റ് നമ്മുടെ ബാച്ച് ഫേസ് ചെയ്യേണ്ട ഫസ്റ്റ് ഇയർ അല്ല. അതിനുശേഷം 18th ബാച്ചാണെങ്കിൽ കൂടാതിന് ശേഷം വന്നത് ഫസ്റ്റ് ഇയർ ആയിട്ട് തോന്നിയില്ല. നമ്മുടെ ബാച്ച് വീഡിയോക്ക് വേണ്ടി ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെ നിന്ന് 22nd ബാച്ചിൽ കുറേ പിള്ളേരെ പിടിച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ ലൈനായിട്ട് പോയതുപോലെ എങ്ങനെയൊക്കെയാണോ നമ്മുടെ ഫസ്റ്റ് ഇയർ, കാരണം അവർക്കതൊന്നും അറിയുകൂടിയില്ല. അപ്പോ അപ്പൊ അത്രയും ഒരു ബോർഡ് നമ്മൾ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന തമ്മിലുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. കാരണം അതിൽ പറഞ്ഞ പോലെ നമ്മുടെ സീ ഫ്ലോറിൽ ആയിരുന്ന സമയത്ത് ഒരു എന്താ പറയാ ഒരു മടിയും കൂടാതെ ആരുടെ റൂമിൽ വേണമെങ്കിലും ഏത് പാതിരാത്രികളിൽ കയറിച്ചുള്ള ഒരു ഫ്രീഡം നമുക്ക് ഉണ്ടായിരുന്നു. ഇന്നും അത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ഏത് രാത്രിയാണെങ്കിൽ എവിടെ വേണമെങ്കിൽ ഇറങ്ങി പോകാനും എപ്പോൾ വെച്ച് ഒപ്പാക്കാൻ സമയത്ത് ഇപ്പൊ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ വിളിച്ചാൽ പുറത്തേക്ക് ഒരാൾ കൂടെ ഉണ്ടാവുമോ എന്ന് പോലും അറിയില്ല. വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവസ്ഥ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ പോലെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളത് എപ്പോഴും ഒരു സൂചനയാണ്. അപ്പോ വിഷമമുണ്ട്. എല്ലാവരും ഇനിയും ഒരുമിച്ച് കൂടാനൊക്കെ അവസരം കിട്ടുമ്പോഴും ഇതേപോലത്തെ അവസരങ്ങൾ നമുക്ക് ഉണ്ടാകാൻ നമുക്ക് ശ്രമിക്കാം. ഉണ്ടാകില്ല നമ്മൾ ഓർമ്മിക്കണ്ട. ശ്രമിക്കുമ്പോൾ അവസരം കിട്ടുമ്പോൾ എല്ലാവരും കൂടാൻ നോക്കുക. എല്ലാവരും ശ്രമിച്ചാലേ കൂടാൻ പറ്റുള്ളൂ. എല്ലാവരും മനസ്സിലിരിക്കാൻ നോക്കാം.
വിഷമിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ മെമ്മറീസ് ഉണ്ട്. ഇപ്പോൾ അബുദാബിയിൽ പഠിച്ച് അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു ഇൻട്രോവേർട്ട് തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും കുറേ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് പാട്ടായാലും ഡാൻസും അഭിനയം പിന്നെ വരയും പ്രസംഗവും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഇയറിലെ റാങ്കിങ് ഞാൻ ഓർക്കുന്നു. ആ ടൈമിൽ അത്രയും എന്താ പറയുക ദേഷ്യം പിടിച്ചൊരു കാര്യമാണെങ്കിൽ ഇപ്പം നോക്കുമ്പോൾ അതൊക്കെ അത്രയും മെമ്മറബിൾ ആണ്. രാവിലെ എണീറ്റ് സുപ്രഭാതം പാടി സീനിയേഴ്സിൻ്റെ റൂമിൽ പോയി അവരെ എണീപ്പിക്കുന്നത് അതൊക്കെ ഓർക്കുന്നു. പിന്നെ എൻ്റെ നല്ലവനായ റൂംമേറ്റ് അഭിരം, പിന്നെ സെക്കൻഡ് ഇയറിലെ പോസ്റ്റിംഗ്, കൊറോണ കാരണം നമുക്ക് മിസ്സായ പല മൊമെന്റ്സും, പിന്നെ നമ്മുടെ പോസ്റ്റിംഗ്, ആർട്സ്, നമ്മുടെ ബാച്ചിലുള്ള എല്ലാവരും 99 പേരും അവരുടേതായ രീതിയിൽ ഡിഫറെൻ്റ് ആണ്. അപ്പം എല്ലാവരെയും മീറ്റ് ചെയ്യാനും ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റി. സ്നേഹത്തോടെ നിങ്ങൾ എന്നെ SK ഉണ്ണിക്കൊട്ടാന്നൊക്കെ വിളിച്ച് അത്രയും സ്നേഹം തന്നിട്ടുണ്ട്. അത്രയും സ്നേഹം ഞാൻ തിരിച്ചും തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പോയിട്ടും നമുക്ക് ഇതേപോലെ ഒന്നുകൂടെ മീറ്റ് ചെയ്യണം. മുന്നോട്ട് രണ്ടായിരത്തിലാകുമ്പോൾ നമ്മളിന്ന് ആരാണോ നമ്മളിന്ന് എന്ത് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് അതെല്ലാം EMCയിലെ നമ്മൾ ജീവിച്ചത് മാത്രമാണ്. അത് മാത്രമാണ് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്യുന്നത്. കാരണം നമ്മൾ അന്ന് വന്ന ഒന്നുമല്ലാത്ത നമ്മൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലായാലും അക്കാഡമിക്സിലായാലും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. എൻ്റെ പേഴ്സണലി ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഫ്യൂച്ചർ അല്ലെങ്കിൽ പ്രസന്റ് ജീവിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഒരാളാണ്. എന്നിരുന്നാലും പാസ്റ്റിന് അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ഒരു വർഷ കാലഘട്ടം എനിക്ക് വളരെയധികം ചലഞ്ചിങ് ആയിരുന്നു. പക്ഷേ അത് മെയിൻലി ബിക്കോസ് ഞാൻ ഒരു ഇപ്പോൾ ഈ HSA മറ്റേ ഹോസ്പിറ്റൽസ് അസോസിയേഷൻ്റെ ഒരു പ്രസിഡന്റായിട്ട് എന്നെ തിരഞ്ഞെടുക്കുകയും അതിൻ്റെതായിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ടപ്പോൾ നമുക്ക് കുറേയധികം കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പം ഈ നിങ്ങൾക്കായാലും ഈ ഒരു വർഷം ഹോസ്പിറ്റൽസി കാലഘട്ടത്തിൽ നിങ്ങൾക്കായാലും പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നത്. OHSകളായാലും ബാക്കി നമ്മുടെ മുമ്പേഴ്സായാലും അവരെല്ലാവരും നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഫസ്റ്റ് ക്ലാസ്സിൽ കാണുന്ന ആൾക്കാരായിരിക്കത്തില്ല. നമ്മുടെ ഫ്രണ്ട്സ് പോലും നമുക്ക് തുടങ്ങിയ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് അല്ല നമ്മൾ അവസാനം ഈ 6 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം ജീവിതം അങ്ങനെയാണ്, എപ്പോഴും മാറും. ആ മാറ്റം എപ്പോഴും നല്ലതാകണമെന്ന് ഒരു നിർബന്ധമില്ല. മാറ്റം പക്ഷേ ഇന്നോവേറ്റബിൾ ആണ്. എന്തായാലും മാറ്റങ്ങളുണ്ടാകും. ആ മാറ്റത്തിൽ നമ്മൾ തളർന്നു പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇനിയും മുന്നോട്ട് കുറേ കാര്യങ്ങൾ നേരിടാനുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം നല്ല ശക്തിയോടെ തന്നെ ഒരുമിച്ച് നമുക്ക് നേരിടാൻ ഞാൻ ആശംസിക്കുന്നു. കണ്ണും കളിയൂ ഞാനാടും നിമിഷമങ്ങ